അഭിലാഷ് ചേട്ടാ, നടികർ സിനിമ എങ്ങനെയുണ്ട്? ടോവിനോ തോമസും ഭാവനയും ആറാടിയോ? ആറാടിയത് മാത്രമല്ല, ഉഗ്രം പടമാണ്. കാരണം സിനിമയ്ക്കുള്ളിൽ ഒരു സിനിമ കാണിച്ചിരിക്കുന്ന ഒരു മൂവിയാണ് ഈ സിനിമ. തുടക്കത്തിൽ ഒരു മലയാളത്തിലെ സിനിമ പ്രേമികൾ എല്ലാവരും സിനിമയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നടികർ എന്ന സിനിമ കാണണം. ടോവിനോ തോമസ് ഗംഭീരമായിട്ടും ആറാടി തിമിർത്താണ് അഭിനയിച്ചിരിക്കുന്നത്. ഭാവന ചേച്ചിയുടെ അഭിനയം ഒരു നല്ല ഗംഭീരത നിറഞ്ഞ അഭിനയമാണ് ഭാവന ചേച്ചി ചെയ്തിരിക്കുന്നത്. പിന്നെ വേറെ കാര്യം, ഈ തുടക്കത്തിൽ ഒരു വീഡിയോ കാണിക്കുന്നുണ്ട് പ്രേം നസീർ സാറിന്റെ. ആ കാലഘട്ടത്തിൽ അത് പറയാം, ജീവിതത്തിൽ ഒരു നടനാകണമെങ്കിൽ എളിമ വേണം, ഒരു രമ്യത വേണമെന്നൊക്കെ പറയുന്നുണ്ട്. ആരോടും ജാട കാണിക്കരുത്, വിട്ടുവീഴ്ച ചെയ്യുമെന്നൊക്കെ പ്രേം നസീർ സാറ് പണ്ട് പറഞ്ഞ ഡയലോഗ് എടുത്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ്. അപ്പോൾ ഓരോ നടന്മാർക്കും മനുഷ്യരാണെന്ന് തെളിയിക്കുന്നുണ്ട്. ഈ സ്റ്റാർഡമൊക്കെ അധികകാലം ഉണ്ടാകില്ല. ഈ ആൾക്കാർക്ക് ഈ ഫാൻസ് എന്ന് പറയുന്നത് പൈസയുള്ളിടത്തോളം കാലവും ഫെയിം ഉള്ളിടത്തോളം കാലം മാത്രമേ ഈ ഫാൻസ് ഉണ്ടാവുള്ളൂ. സിനിമ പോയി കഴിഞ്ഞാൽ ഈ ഫാൻസ് ഒന്നും ഉണ്ടാവില്ല. മനസ്സിലായി. നസീർ സാറ് പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയുകയാണ്. സാറ് പറഞ്ഞിരിക്കുന്നത് അന്നൊക്കെ സിനിമയിൽ ഷൂട്ട് നടക്കുന്ന സമയത്ത് ഒരു ആരാധകൻ വന്നിട്ട് ഒരു ഫോട്ടോ എടുക്കണമെന്ന് സംസാരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജയൻ സാറാണെങ്കിലും നസീർ സാറാണെങ്കിലും മധു സാറാണെങ്കിലും സത്യൻ മാഷാണെങ്കിലും നമ്മുടെ ലാലേട്ടനും മമ്മൂക്ക ആ കാലഘട്ടത്തിൽ കുഴപ്പമില്ലായിരുന്നു. ഇപ്പോൾ ഉള്ള നടന്മാർക്കെല്ലാം ജാടയാണ്. ഒരു പടത്തിൽ അഭിനയിച്ചാൽ മതി, ജാട കൂടും. അതെല്ലാം സിനിമ നടന്മാരുടെ ജാടയും അഹങ്കാരങ്ങളും എല്ലാം കൂടി തുറന്നു കാണിക്കുന്നുണ്ട്. ആർക്കാണ് ജാട, ആർക്കാണ് അഹങ്കാരം ഒന്നും നമ്മൾ പറയുന്നില്ല, എടുത്തു പറയേണ്ട ആവശ്യമില്ല. സമൂഹത്തിന് അറിയാൻ പറ്റും. ഒരു പടമാണ്. അതിലുപരി എന്ന് പറഞ്ഞാൽ ഭാവന തിരിച്ചു വന്നിരിക്കുന്ന ഒരു മൂവിയാണ്. ഭാവന 1-2 മൂവി നേരത്തെ അഭിനയിച്ചു. ജാടയുടെ കാര്യത്തിൽ പറയാം, ഇപ്പൊ എനിക്കും അലിൻ ജോസ് പെരേര എനിക്കും ആറാട്ടണ്ണൻ സന്തോഷ് വർഗിക്കും ഫാൻസ് ഉണ്ട്, ആരാധകരുണ്ട്, സെൽഫി എടുക്കുന്നുണ്ട്, ഞങ്ങൾ സെൽഫി കൊടുക്കാറുണ്ട്. അപ്പം അതേപോലെ തന്നെ നടന്മാരെ ആരാധിക്കുന്ന ആൾക്കാരുണ്ടാവും, കോടിക്കണക്കിന് പേരുണ്ടാവും. അവർക്ക് ഒരു സെൽഫി കൊടുത്ത് മടക്കി പോലും വിടാത്ത നടന്മാരുണ്ട്. അവരോട് പറയാനുള്ളത്, ഒരു ആരാധകരനോട് പുച്ഛം കാണിക്കരുത്. സിനിമ ഉള്ളിടത്തോളം കാലം ആരാധിക്കുള്ളൂ. സിനിമ അഭിനയിച്ചില്ലെങ്കിൽ ആരാധന ഉണ്ടാകില്ല. നാളെ ആരെ ആരാധിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുമെന്ന് ജനങ്ങൾ തിരിച്ചു ചോദിക്കും. എന്നാലും നല്ലൊരു മൂവിയാണ്. കാരണം ഇതിനകത്ത് മഞ്ഞുമലിന് ശേഷം നമ്മുടെ സൗബിനിക്ക നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. സൗബിനിക്കാണെങ്കിലും സുരേഷ് കൃഷ്ണ ആണെങ്കിലും ചന്തു ആണെങ്കിലും ഗംഭീരമായിട്ടും നമ്മുടെ സാഹസികത നിറഞ്ഞ അഭിനയമാണ് നമ്മുടെ ടോവിനോ തോമസിനൊപ്പം അഭിനയിച്ചിരിക്കുന്നത്. ഷൈൻ ടോം ചാക്കോ ആണെങ്കിലും ഒരു ചെറിയ ഗസ്റ്റ് വേഷത്തിലെത്തി. ഷൈൻ ടോം ചാക്കോ സാറ് വ്യത്യസ്തമായിട്ടുള്ള ഒരു വേഷപ്പകർച്ചകളുടെ വിദ്വാനങ്ങളിലൂടെ ഡയലോഗ് പഞ്ചുകളിലൂടെയുള്ള ഒരു പകർന്നാട്ടമാണ് നമ്മുടെ ഷൈൻ ടോം ചാക്കോ സാറ് അഭിനയിച്ച് വ്യത്യസ്തമാകുന്നിരിക്കുകയാണ്. എന്നാലും നല്ലൊരു മൂവിയാണ്. ഈ സിനിമ കാണേണ്ട ഒരു പടമാണ്. കാരണം സിനിമയ്ക്കുള്ളിലെ സിനിമയാണ്. സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടും. കാരണം ഉദയനാട് താരം, പച്ചക്കുതിര, ഹണി-ബീ 2, അങ്ങനെ ഒരുപാട് സിനിമയ്ക്കുള്ളിൽ മേക്കപ്പ് മാൻ, ഒരുപാട് സിനിമയ്ക്കുള്ളിലെ കഥ പറഞ്ഞു പോയി. ഈ സിനിമയിൽ നടികർ സിനിമയിലെ ക്യാരവാനുള്ളിൽ ഒരു ലൈഫൊക്കെ കാണിക്കുന്നുണ്ട്. അതൊക്കെ ഗംഭീരമാണ്. പിന്നെ പബ്ബ് കാണിക്കുന്നുണ്ട്, ബാറ് കാണിക്കുന്നുണ്ട്, എല്ലാം പുതുമ നിറഞ്ഞൊരു ഫൈറ്റ് കാണിക്കുന്നുണ്ട്. ഗംഭീരമായിട്ടുള്ള ടോവിനോന്റെ ഇടി എന്ന തകർപ്പൻ ഇടിയാണ് ടോവിനോ കാഴ്ചവെക്കുന്നത്. എന്തായാലും മൂവി എന്തായാലും സൂപ്പർ ഹിറ്റായി. നല്ലൊരു മൂവിയാണ്. എല്ലാവരും ഭാവന ചേച്ചിയും ടോവിനോയും ആറാടി തിമിർക്കുകയാണ്. വ്യത്യസ്ത നിറഞ്ഞ അഭിനയത്തിലൂടെ റൊമാൻറ്റിക് ആയിട്ടുള്ള അഭിനയമാണ് ടോവിനോയും ഭാവനയും ചേച്ചിയും കാഴ്ചവെക്കുന്നത്. ലാഗ് അടിച്ചില്ല. നോ ലാഗ്, ഓൺലി ഫൺ ആൻഡ് എന്റർടൈൻമെന്റ്. ഇമോഷണൽ ആയിട്ട് കാണാൻ പറ്റുന്ന സിനിമ കൂടിയാണ് സിനിമ. അപ്പൊ എല്ലാവരും പക്കത്ത് നിറഞ്ഞൊരു സിനിമ കാണാനായിട്ട് നിങ്ങൾ നടികർ സിനിമ തിയേറ്ററിലേക്ക് വരിക. എല്ലാവിധ ആശംസകളും നേരം. ടോവിനോയ്ക്ക് ഇനിയും നല്ല മൂവീസ് കിട്ടട്ടെ. ഹണി-ബീ 2-നും ഹണി-ബീക്കും നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസിന് ശേഷം ലാൽ ജൂനിയറിന്റെ മികച്ച ഡയറക്ഷനിൽ ഒരുങ്ങിയിരിക്കുന്ന സിനിമയാണ് നടികർ. തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കുക. റേറ്റിംഗ് 5/3.